രാജൻ മാത്യു മോനെ, നീ എന്നെക്കുറിച്ച് നന്നായി അറിയും, അത് വളരെ നന്നായി. ഏതായാലും മോനെ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലത് ഞാൻ വായിക്കാം. അതിൻ്റെ മറുപടി ഞാൻ നിനക്ക് തന്നതൊക്കെ എനിക്ക് സംതൃപ്തിയായില്ല. അതൊരു വീഡിയോ ചെയ്യുകയാണ്. ഞാൻ പുരോഹിത വർഗത്തിൻ്റെ അതിപരിശുദ്ധ മദ്ബഹായി നടത്തിയ ആടികളെക്കുറിച്ച് എഴുതിയതിന് രാജൻ മാത്യുവെ എന്ന നല്ലവനായ വിശ്വാസിക്ക് ഇഷ്ടമായിപ്പെട്ടില്ലത്. അദ്ദേഹം പറയുന്നത്, ഞാൻ ആവുന്ന കാലത്ത് വെടിവെച്ച് നടന്ന താര വരെ രോമം നിറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീബുദ്ധരാവുന്നു. എടാ ദരിദ്രവാസി, താഴത്തെ രോമം നിറച്ചുകൊണ്ട് ഇന്നും നിന്റെ, ഞാൻ ബാക്കി പറയത്തില്ല, എങ്ങനെ കണ്ടടാ, നിനക്ക് ഞാൻ തന്നോ, കാണിച്ചോ താഴത്തെ രോമം നിറച്ചുന്ന? എടാ കൊള്ളരുതാത്തവരെ, നിന്റെ അപ്പൻ്റെ കുടുംബത്തിൽ നിന്നോ 10 പൈസ മേടിച്ച് ഞാൻ വെടിവെക്കാൻ പോയിട്ടുണ്ടാ? നിന്നോട് ആര് പറഞ്ഞു? നീ എന്നെ കണ്ടോ ഞാൻ ഇവിടെ വെടിവെക്കാൻ പോയത്? വേണ്ട, നിൻ്റെ വീട്ടിൽ നിന്നായിരിക്കും പറഞ്ഞത്, അല്ലാതെ നീ അറിയത്തില്ല. ഞാൻ നിൻ്റെ വീട്ടിൽ വന്നപ്പോഴേ നിനക്ക് അതിനെതിര് പറയാമോ? എടാ നീയൊക്കെ പട്ടികളെ തെരുവിലായി, നീയൊക്കെ ആർക്ക് വേണ്ടിയായി ഈ സൈഡ് പിടിക്കുന്നേ? ഇത് ഓർത്തോസഭയിൽ എത്ര ഭക്തന്മാർ, എത്ര പുരോഹിതന്മാർ ദ്രവ്യാഗ്രഹമോ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ മറ്റ് വേണ്ടാത്ത പ്രവർത്തികൾ ചെയ്യാത്തവരുണ്ട്. നിന്നോട് ഓരോന്നും ഓരോ ദേവാലയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഇന്ന് ഓർത്തോസഭയിൽ കാണുന്ന പള്ളികളെല്ലാം തീർത്ഥാടന കേന്ദ്രമാക്കുക. എന്താണ് തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞാൽ? അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം, എങ്ങനെ അത് തീർത്ഥാടന കേന്ദ്രമായി? നീയൊക്കെ അച്ഛന്മാരുടെ താങ്ങി നടന്നു, അവിടെ നിന്ന് കിട്ടുന്നത് ചക്കാത്തി വടിച്ച് നിന്നു, വേർക്കത്തില്ല, വേണ്ട, അതാണിന്ന് എല്ലായിടത്തും നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം മോനെ, നീ എൻ്റെ അടുത്ത് വന്ന് കളിക്കരുത്. നീ എന്നോട് പറഞ്ഞിരിക്കട്ടെ, അതിനിയും ആവർത്തിക്കരുത്. അഥവാ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ നിന്റെ മുന്നേ വരാം. പുത്തയ്ക്കാവ് പള്ളിയിൽ, നീ പുത്തയ്ക്കാവിടെ ഒരു തെരുവാസി അതെനിക്കറിയാം. നിന്നെ നേരിട്ട് എനിക്ക് പരിചയമില്ല, എങ്കിലും നിന്നെ ഞാൻ ചർച്ച ചെയ്യുന്നു. പുത്തയ്ക്കാവ് പള്ളിയിൽ വരിക, നിന്റെ സമയം പറയാം, ആ സമയത്ത് ഞാൻ അവിടെ വരും. നിനക്ക് എന്നോട് ചോദിക്കാനും പറയാനുള്ളൂ, ഞാനവിടെ നീ ചോദിക്കുന്ന ഉത്തരം തരാം. എന്നാൽ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം നീയും പറയണം. കഴിവടാ, ഞാൻ വെടിവെച്ച് കിടക്ക. എടാ പരമതെരുവാസി, നിന്നെപ്പോലെ വട്ട് കളിച്ച് വായി നോക്കി നടത്തുവനല്ല ഞാൻ. ഇന്ത്യൻ ദേവി ജോലി ചെയ്തവനാ. എനിക്കൊരു എൻ്റേതായ വ്യക്തിത്വമുണ്ട്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്തു. എടാ നീ എന്നെക്കുറിച്ചൊന്നും കണ്ടിട്ടില്ല. ഡോഹായിൽ നാഷണൽ എയർപോർട്ട് ഒന്നുള്ളായിരുന്നു ആദ്യം. അവിടെ ആരായിരുന്നു എയർഫീൽഡ് സൂപ്പർവൈസർ? ആരായിരുന്നു കംപ്ലീറ്റ് ഉത്തരവാദിത്വം എടുത്ത് കാര്യങ്ങൾ ചെയ്തത്? ഒരു എഞ്ചിനീയറും എൻ്റെ പണിക്ക് വന്നിട്ട മയിലേ, നീ മനസ്സിലാക്ക. നീയൊക്കെ എന്നെ എടാ ഞാൻ ജോലി ചെയ്യും, എൻ്റെ അടുത്ത് വരുന്നവരുടെ അടുത്ത് ഞാനും സഹകരിച്ചെന്നിരിക്കും. നീ അത് കണ്ട് വെള്ളം ഒഴുക്കി നടക്കേണ്ട കാര്യമില്ല. നിനക്ക് അതിന് കഴിവില്ല. നിനക്ക് നിൻ്റെ സ്വന്തം ഭാര്യയെ പോലും തൃപ്തിപ്പെടാൻ കഴിയുന്നവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച ആളാണെങ്കിൽ അവിടെ ചിലവില്ല. ഇപ്പം നടക്കുന്നത് എയർപോർട്ടിലാണ്.